റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ സഹോദരന് വയറുവേദനയുണ്ട് നബിയേ, വയറുവേദനയുണ്ട് നബിയേ, സഹോദരന് വയറുവേദനയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇസ്ഖിഹി അസല, തേൻ കുടിക്കാൻ വേണ്ടി പറ, തേൻ കുടിക്കാൻ വേണ്ടി പറയെന്ന് പറഞ്ഞു. തേൻ കുടിച്ചു. ജ്യേഷ്ഠന് വയറുവേദനയാണ്, തേൻ കൊടുക്കാൻ വേണ്ടി പറ. തേൻ കുടിച്ചു. നമ്മളെ ശർക്കര കരക്കിയ വെള്ളമല്ല കേട്ടോ, തേൻ തന്നെ കിട്ടണം. എന്ന് തേനാന്നും പറഞ്ഞ് നല്ല ശർക്കര വെള്ളം കൊടുക്കുന്നുണ്ട്. ഒറിജിനൽ തേന വയനാട്ടിൽ നിന്ന് വരാൻ, വയനാട്ടിലത്തെ ശർക്കരയാണ് വരുന്നതേ. എന്താ ചെയ്യുക? ഒറിജിനൽ തേൻ, തേനിൽ ശിഫയുണ്ട്. ഖുർആൻ അതങ്ങട്ട് തലേ കാരണം. സ്വഹാബി തിരിച്ചു വന്നു, നബിയെ, തേൻ കുടിപ്പിച്ചിട്ടും വയറുവേദന കൂടിയിട്ടുണ്ട് നബിയെ, കുറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടാവും. ഇസ്ഖിഹി അസല, തേൻ കുടിപ്പിക്കുക നബി തങ്ങൾ. ഒന്നുകൂടെ കൊടുക്ക്. രണ്ടാമതും കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ, വയറുവേദന കൂടുകയാണ്, കുറഞ്ഞിട്ടില്ല. തങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു, ഇസ്ഖിഹി അസല, തേൻ കുടിപ്പിക്കണേ, ഒന്നുകൂടെ കുടിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, കുറഞ്ഞിട്ടില്ലല്ലോ. മൂന്നാമത്തെ തവണയും വയറുവേദന കൂടിയെന്നല്ലാതെ കുറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇസ്ഖി അഖാക അസലൻ സദഖല്ലാഹ് വകദബ ബത്നു അഖീക. അല്ലാഹ് പറഞ്ഞത് സത്യമാണ്, തേൻ കൊടുക്ക്. നിന്റെ സഹോദരന്റെ വയറ് പറയുന്നത് നുണയാണ്. അല്ലാഹ് പറഞ്ഞത് സത്യമാണ്, തേൻ കൊടുക്ക് എന്ന് പറഞ്ഞു. തേൻ കുടിക്കാൻ വേണ്ടി പറഞ്ഞു. നാലാമത്തെ തവണ ഫബരിഅ, അതിൽ ശിഫയുണ്ടായി എന്ന് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പൊ ഒരൊറ്റ തവണ ചികിത്സിച്ചിട്ട് മാറിയില്ല, നമ്മൾ പിന്മാറല്ല, വീണ്ടും കൊടുക്ക്. വീണ്ടും അള്ളാഹുവിന്റെ കലാമിൽ സത്യമുണ്ട് എന്ന് മനസ്സിന് ബോധിക്കുന്നവരെ ശിഫാഇന് താമസമുണ്ടാകും. ഇസ്ഖിഹി അസല, വീണ്ടും കൊടുക്ക്, തേൻ തന്നെ. സദഖല്ലാഹ്, അല്ലാഹ് പറഞ്ഞത് സത്യമാണ്. ഫീഹി ശിഫാഉൻ ലിന്നാസ്, ജനങ്ങൾക്ക് ശിഫയുണ്ട്. വകദബ ബത്നു അഖീക, നിന്റെ സഹോദരന്റെ വയറാണ് ഇവിടെ നുണ പറഞ്ഞത്. അല്ലാഹ് പറഞ്ഞത് സത്യമാണ്. ആര് പറഞ്ഞു? റസൂലുള്ളാഹി. കൊടുക്ക്. നാലാമത്തെ തവണയും തേൻ. നാലാമത്തെ തവണ കൊടുത്തപ്പോൾ ഫബരിഅ, അയാൾക്ക് ശിഫ കിട്ടി. അയാൾക്ക് അല്ലാഹു ശിഫ നൽകുകയാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വിഷയങ്ങളിൽ മനസ്സറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നത്, ഈമാൻ യഖീൻ ഉണ്ടാവുന്നത്, ഖൽബിന്റെ ഉള്ളിലേക്ക് കയറുന്നത് അല്ലാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അതുള്ള ആളുകളിൽ നിന്നാണ് നേതാക്കന്മാരെ, നേതൃവൈഭവമുള്ള ആളുകളെ ഈ ഉമ്മത്തിന് അല്ലാഹു സമ്മാനിക്കാനും കാരണം ക്ഷമയും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലെ ഉറച്ച വിശ്വാസവുമാണ്. ഈ ഈമാൻ നമുക്ക് വരുന്നുണ്ടോ? വരണ്ടേ? അല്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് മുസ്ലിമാണ്? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ ശിഫയുണ്ടെന്നല്ലേ? وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. പ്രത്യേകിച്ച് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ ഉള്ള ആളുകൾ, അല്ലാഹു അവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ, അല്ലാഹു ശിഫ കൊടുക്കട്ടെ. ഞാൻ അറിയുന്നൊരു സുഹൃത്ത് ദുആ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. മലപ്പുറം ജില്ലയിലുള്ള അല്ലാഹു ചെറുപ്പക്കാരന് ശിഫ കൊടുക്കട്ടെ, അല്ലാഹു ശിഫ കൊടുക്കണേ റബ്ബേ. ബ്ലഡ് ക്യാൻസർ വരുന്നവർ, ക്യാൻസറിന്റെ ഏത് അസുഖത്തിനും വിശുദ്ധ ഖുർആൻ ശിഫയാണ്. ഖുർആൻ ശിഫയാണ്. എങ്ങനെ? രോഗിക്ക് ഖുർആൻ ഓതി കൊടുക്കുക, രോഗി അത് കേൾക്കട്ടെ. രോഗി സ്വന്തം ഓതുക, റൂമിലൊക്കെ ബാക്കി ഒച്ചപ്പാടുകളൊന്നും ഇല്ലാതെ കിടന്നിറങ്ങുന്ന സമയത്ത് ഒരാൾ ഖുർആൻ ഓതുകയോ അല്ലെങ്കിൽ ഖുർആനിന്റെ ഒരു CD, ഒരു MP3 പ്ലേ ചെയ്യുകയോ ചെയ്യുക. ആ രോഗിയുടെ ഉറക്ക സമയത്തും ഖുർആൻ കേട്ടുകൊണ്ടിരിക്കട്ടെ. കാരണം ശബ്ദത്തിന് ശിഫയുണ്ട്. അൽ ഇലാജു ബിൽ ഖുർആൻ, സൗണ്ട് ഹീലിംഗ് ലോകത്തുനിന്ന് വലിയൊരു ചികിത്സാ സമ്പ്രദായമാണ് സൗണ്ട് ഹീലിംഗ്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് ഒരു വാല് പ്രത്യേകിച്ച് വേറെ തന്നെ പറയേണ്ടതുണ്ട് വിശദമായിട്ട്. ആൽഫ്രഡ് ടൊമാറ്റസിന്റെ ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട് അതിൽ. അതൊക്കെ പുറത്തുള്ള വാലിൽ പറയാൻ പറ്റാത്തൊരു ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇൻഡോർ നമ്മൾ സെലക്റ്റഡ് ആയ ആളുകൾക്കൊക്കെ, കുറച്ച് സയൻസ് ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക്, അല്ലാത്തവർക്ക് ബോറടിക്കും, ഇങ്ങനെ ഉറങ്ങിപ്പോവും. എന്താ ഈ സയൻസ് ഒക്കെ പറഞ്ഞ പാതിരാക്കുന്നത്? അപ്പൊ അത് ഞാൻ ഇവിടെ പറയില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്.
കേൾക്കുന്നത്, ഖുർആൻ കേൾക്കുന്നത് ചെവിയിലൂടെ മാത്രമാണെന്നല്ല, ശരീരം മുഴുവനും കേൾക്കുന്ന, രോമകൂപത്തിലൂടെ കയറുന്നത്. നമ്മുടെ ബോഡി സെല്ലുകൾ, ഈ തൊലിപ്പ്, നമ്മുടെ ഈ കോശങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും ഖുർആൻ കേട്ടാൽ. നിങ്ങൾക്ക് പാട്ടൊക്കെ നിർത്തിച്ച് ഖുർആൻ കേൾക്കാൻ തുടങ്ങി, എന്നിട്ട് പറഞ്ഞൊരു വ്യത്യാസം. പാട്ട് കേൾക്കുന്നവൻ്റെ മൈൻഡൊക്കെ മാറും. ഖുർആനിൻ്റെ രസം കയറിയാൽ പാട്ട് കേൾക്കുന്നത് ദേഷ്യമായിട്ട് മാറും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ഇടയിൽ. പാട്ട് കേൾക്കുമ്പോൾ ദേഷ്യം വരും. എനിക്ക് വേണ്ട, ഖുർആനിൻ്റെ രസം കിട്ടിയാൽ അങ്ങനെയാണ്. പാട്ടും ഖുർആനും രണ്ടും കൂടെ കൽബിൽ നിൽക്കൂല എന്ന, രണ്ടാലും ഒന്നേ ഓനെ കൊണ്ട് പറ്റുള്ളൂ. ഒരിക്കൽ പാട്ട് വെക്കുക, പിന്നെ കുറച്ച് ഖുർആൻ വെക്കുക, പിന്നൊരു പാട്ട് വെക്കുക. അത് വേണ്ട, അത് വേണ്ട. ഈ രോഗിക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കുകയും ഖുർആൻ ശിഫ കിട്ടും. കിട്ടിയിട്ടുണ്ട് ഒരുപാട് അസുഖത്തിന്. ക്യാൻസറിന് പ്രത്യേകിച്ച് ഡോക്ടർമാർ പറയില്ലേ, കൊണ്ടുപോയിക്കോളീ, ഇനി ഒന്നും ചെയ്യാനില്ല, നീ വേദനക്കില്ല മരുന്ന് കൊടുക്കുക. രോഗിക്ക് എന്ത് ചെയ്യും? മരുന്ന് കൊടുക്കും. വേദന ശമിക്കാൻ നിങ്ങൾ ഖുർആൻ ഓതി കൊടുത്തിട്ടുണ്ടോ? ആ രോഗിൻ്റെ അടുത്ത് അനാവശ്യ വർത്തമാനങ്ങളൊക്കെ നിർത്തിയിട്ട് രോഗിക്ക് നിങ്ങൾ ഖുർആൻ ഓതി കൊടുക്കുക. ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു ദുബൈ ഹോസ്പിറ്റലിൽ. ഞാനത് ഇവിടെ മുമ്പും പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. നമ്മുടെ എടപ്പാൾ ഭാഗത്തു നിന്ന് വന്ന അള്ളാഹു, ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല, ഞാൻ അപ്ഡേറ്റഡ് എടുത്തില്ല. അള്ളാഹു അദ്ദേഹത്തിന് അള്ളാഹു ആയുസ്സും ആരോഗ്യം ആഫിയത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കല്യാണം കഴിഞ്ഞ് 2 കൊല്ലമായിട്ട് വന്നത് ദുബൈയിലേക്ക്. പെട്ടെന്ന് ബ്ലഡിൽ അസുഖം കാണാൻ പറ്റും. ദുബൈ ഹോസ്പിറ്റലിൽ, ബറാഹയിൽ, ദുബൈയിലുള്ളവർക്കൊക്കെ അറിയാലോ, ദുബൈയിലെ ബറാഹ ഹോസ്പിറ്റൽ, അവിടെ വെന്റിലേറ്ററിൽ കിടത്തി. നാട്ടിലേക്കൊരു ഫ്ലൈറ്റിന് കൊണ്ടുവരണമെങ്കിൽ കൂടെ യാത്രക്കാരടുത്തുണ്ടായാൽ അപ്പോഴേക്കും രോഗം ബാധിക്കും. അത്രക്കും പ്രതിരോധം, ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ. അന്ന് നമ്മുടെ ദുബൈക്കാരൊക്കെ അവിടെ ഉണ്ടായിരിക്കും. ദുബൈയിൽ ഖുർആൻ ക്ലാസ്സിന് ഞാൻ വരാറുള്ള സമയമാണ്. ഞങ്ങൾ എന്ത് ചെയ്തു, ആ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയി. ഹോസ്പിറ്റൽ ഡോക്ടർമാരുടെ സമ്മതം വാങ്ങി ഇവിടെ ചെന്നു. ആ രോഗിൻ്റെ അടുത്തിരുന്നു. അവിടുന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ഈ ചികിത്സ അങ്ങോട്ട് തുടങ്ങി വെച്ചു. കുറച്ച് ഹാഫിലിങ്ങളായ കുട്ടികളുണ്ടായിരുന്നു, നമ്മുടെ മലയാളികളായ ഹാഫിലിങ്. അള്ളാഹുവർക്കൊക്കെ ജസാഹുമുല്ലാഹു ഖൈറ, അള്ളാഹുവർക്ക് ഖൈർ ചെയ്യട്ടെ. ഇവരൊക്കെ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ, അൽഹംദുലില്ലാ. അവരെന്ത് ചെയ്തു, ഊഴമായി പകൽ മുഴുവനും ഒരു 2 മണിക്കൂർ ഒരാൾ, പിന്നെ 2 മണിക്കൂർ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു. രാത്രി ആ റൂമിൽ ഡോക്ടേഴ്സും പറഞ്ഞു, അവിടെ TV ഉണ്ട്, അതിൽ ഖുർആൻ മാത്രം 24 അവർ ഖുർആൻ മാത്രം പ്ലേ ചെയ്യുന്ന TV ചാനലുകളുണ്ട്. ഖുർആൻ മാത്രം വെച്ചു കൊടുത്തു. പകൽ ലൈവായിട്ട് ഓതി കൊടുത്തു ഖുർആൻ. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ്, ഞങ്ങൾ പിന്നെയും കാണാൻ ചെന്നു. ആ ചെറുപ്പക്കാരൻ ഭക്ഷണം അതൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഭക്ഷണം കഴിച്ചു തുടങ്ങി, ആരോഗ്യം പുഷ്ടിപ്പെട്ടു തുടങ്ങി, നാട്ടിലേക്ക് പോയി. ഡോക്ടർമാർ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു ഞങ്ങൾക്കറിയില്ല, ഇങ്ങനെ ഇയാൾ റിക്കവർ ചെയ്യുന്നു ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. സംഭവിച്ചത് ഖുർആനാണ്. ഇത് അള്ളാന്റെ കലാമിന്റെ പ്രത്യേകതയാണ്. നമുക്കത് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ. നമുക്ക് നമ്മൾ വിചാരിക്കും അത് വേറെന്തോ ഉസ്താദന്മാർക്ക് വേല പറയാനുള്ള ഏർപ്പാടാണെന്ന് വിചാരിച്ചത്. ഖുർആൻ അള്ളാന്റെ കലാമിൽ, ഈ ലോകം സൃഷ്ടിച്ച റബ്ബിന്റെ വാക്കല്ലേ. അത് ആ രോഗിയോ രോഗിന്റെ അടുത്ത് മറ്റാരെങ്കിലും ഓതിക്കൊടുത്താൽ പ്രതിരോധം കിട്ടും. അള്ളാഹ് ശിഫ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഖുർആൻ കൊണ്ട് കിട്ടുന്ന ഒരുപാട് കിട്ടിയ സംഭവങ്ങളുണ്ട്, ഒരുപാട്. ഒന്ന് പരീക്ഷിച്ച് നോക്കി, ഇൻഷാ അല്ലാഹ്. ഒന്നുമില്ലെങ്കിൽ രോഗിക്ക് ആശ്വാസമെങ്കിലും കിട്ടും. ക്യാൻസറിന് ഇതേന് ചികിത്സിക്കാൻ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗികൾക്കും റബ്ബ് ശിഫ കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹ് ശിഫ കൊടുക്കട്ടെ. ആ രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളുകളുണ്ട്, വീട്ടുകാർ, അവരെ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോകുന്നവർ. നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന സർവ്വ ട്രെയിനും, രാത്രികാലം പോകുന്ന മലബാർ എക്സ്പ്രസ് അടക്കമുള്ള സർവ്വ ട്രെയിനുകളിലും ബുക്കിംഗ് ആണ്. സ്ലീപ്പർ ക്ലാസ് മുഴുവൻ RCCയിലേക്ക്, ക്യാൻസർ റീജിയണൽ സെന്ററിലേക്ക് പോകുന്ന രോഗികളാണ് കിടക്കുന്നത്. ക്യാൻസറിന്റെ ചികിത്സക്ക് പോകുന്ന രോഗികളാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനുകൾ മുഴുവനും കാണുന്നത്. അള്ളാഹുവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. മുഅ്മിനെ, അള്ളാഹ് ശിഫ കൊടുക്കട്ടെ. ദുആ ചെയ്തോളൂ. നമ്മളൊക്കെ അള്ളാന്റെ എത്ര വലിയ നിഅമത്തിലാണ് ഞാനും നിങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ വന്ന് ഇരിക്കാൻ പറ്റിയില്ലേ? എന്നിട്ട് നമ്മൾ ആലോചിക്കുക, എനിക്ക് 2 അടി പെരല്ലല്ലോ. നിന്റെ ഹാർട്ടിനും ലിവറിനും ശരീരത്തിനും ബ്ലഡിനും ഒരു കുഴപ്പമില്ലാതെ അള്ളാഹു ആരോഗ്യം തന്നില്ലേ? എനിക്ക് ഒരു വീടും വേണം, എൻ്റെ വീട് മുഴുവൻ നീ എടുത്തോ, നിന്റെ ആരോഗ്യം എനിക്ക് താ എന്ന് കൊതിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിലുണ്ട്. ഇത് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ് നമ്മൾ നിസ്സാരമായി കാണുന്നത്. എനിക്കതുപോരാ, എൻ്റെ പുതിയാപ്പിളക്ക് അത്ര ചുരുക്കില്ല, അല്ലെ എൻ്റെ പെണ്ണിന് ഇത്ര ഭംഗിയില്ല. എന്താ മുഅ്മിനെ, നമ്മൾ ജീവിക്കുന്ന ലോകം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു ആ രോഗികൾക്ക് ശിഫ കൊടുക്കട്ടെ. മാരക രോഗങ്ങൾ അള്ളാഹു നമ്മൾ ആർക്കും വരുത്താതെ റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ശിഫയിൽ പ്രതീക്ഷിക്കുക. ഖുർആനിന്റെ ലഫ്ളുകൾ ശിഫയാണ്. വനുനസ്സിൽ
وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. വിശുദ്ധ ഖുർആൻ അതിൽ നിന്ന് അല്ലാഹു ശിഫ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സത്യവിശ്വാസികൾക്ക്. ആർക്കാ ശിഫ? ഈമാനുള്ളവർക്ക്. ലിൽ മുഅ്മിനീൻ. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? എന്റെ റബ്ബാണ് എന്നെയും ഈ ലോകത്തെയും നിയന്ത്രിക്കുന്നത്. എന്റെ റബ്ബാണ് എന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തവൻ, ഈ പ്രപഞ്ചത്തെയും എന്റെ കണ്ണുകളെയും പടച്ചവൻ. ആ റബ്ബാണ് ആരാധനക്കർഹനെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഖുർആനിൽ ശിഫയുണ്ട്. വെറുതെ കൈയ്യട്ടി നിസ്കരിച്ച് പോവാൻ, അള്ളാഹ് എന്താന്ന് മനസ്സിലായിട്ടില്ല, അള്ളാന്റെ കലാം എന്താന്ന് മനസ്സിലായിട്ടില്ല, അവർക്കൊന്ന് താമസം വരും. ഈമാനുള്ളവർക്ക് ശിഫയുണ്ട്. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ നടക്കുന്നവർക്ക് നഷ്ടമല്ലാതെ സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹുൽ വിശ്വസിക്കുന്നവർക്ക് ശിഫയുണ്ട്. ആ ശിഫ എത്രത്തോളം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? വിശുദ്ധ ഖുർആൻ ഓതുമ്പോ നമുക്കത് തോന്നാറുണ്ടോ? ആയത്തുകൾ അതെങ്കിലും ഓതിത്തരുമ്പോൾ നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിക്കാറുണ്ടോ? അല്ലാഹുവേ, നീയാണ് ഞങ്ങളെ പടച്ചത് റബ്ബേ, ഞങ്ങളെ സൃഷ്ടിച്ചവൻ നീയാണ്. നിന്റെ ശിഫാ മരണം വരെ ഞങ്ങൾക്ക് നീ നൽകണം റബ്ബേ. നിന്റെ ആഫിയത്ത് നിലനിർത്തി തരണം തമ്പുരാനെ. ഞങ്ങളുടെ ആയുസ്സുകളിൽ ബറക്കത്ത് തരയണമേ അല്ലാ. നിന്റെ കലാം നാളെ ഞങ്ങൾക്ക് സാക്ഷിയായി വരുന്ന നിന്റെ വചനമാണല്ലോ. അല്ലാഹുമ്മ അർസുഖ്നാ തിലാവതഹു ആനാഅൽ ലൈലി വഅത്റാഫൻ നഹാർ. രാവിലും പകലിലും അത് എമ്പാടും ഓതാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് കടം വിടാനുള്ള ദിക്ർ പഠിപ്പിച്ചു കൊടുത്തപ്പോ മഹാനായ സ്വഹാബി പിന്നെ ലോൺ എടുക്കാനല്ല പോയത്, കട്ടെടുക്കാനല്ല പോയത്, പലിശ ഏർപ്പാടിനല്ല പോയത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, യാ അബാ ഉമാമ അലാ ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിങ്ങൾക്ക് ചില വചനങ്ങൾ ചൊല്ലി പഠിപ്പിച്ചു തരട്ടെയോ? നിങ്ങളത് ചൊല്ലിയാൽ ഖലല്ലാഹു അൻക ദൈനക്, നിങ്ങളുടെ കടം അല്ലാഹു വീട്ടിത്തരും. വകഫാക ഹമ്മക്, നിങ്ങളുടെ ടെൻഷൻ അല്ലാഹു ഒഴിവാക്കി തരും. വലിയ വിഷയമാണത്, ടെൻഷനും ഡിപ്രഷനൊക്കെ. കടം വീടാനുള്ള ദിക്റതാണ്, മനസ്സറിഞ്ഞ് ചൊല്ലുക. കടം വാങ്ങിയവര് തിരിച്ചു കൊടുക്കണേ. ദയവ് ചെയ്ത് കടം വാങ്ങിയിട്ട് വിലസുന്നവരുണ്ട്. കടം വാങ്ങി പൈസ തിരിച്ചു കൊടുക്കാതെ മൊബൈൽ തിരിച്ചു മറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. ഒന്ന് യാത്ര പോവുകയാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് സിംഗപ്പൂർക്ക്, അവിടെ നിന്ന് ദുബൈക്ക്, ദുബൈയിൽ നിന്ന് ഹോങ്കോങ്ക്ക്. പച്ചപ്പാവം മനുഷ്യനിന്ന് കടം വാങ്ങിയ പൈസ കൊടുത്തിട്ടില്ല. ചെയ്യാൻ പാടില്ല മോമേ. അള്ളാഹുവിനെ വിചാരിച്ച് ഓർത്തു കൊടുത്തോളൂ. വാങ്ങി തന്നവൻ മറന്നാലും വാങ്ങിച്ചവൻ മറക്കാൻ പാടില്ല. കടത്തിന്റെ വിഷയം തിരിച്ചു കൊടുത്തേക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എങ്ങാനും കടം വാങ്ങിയ മനുഷ്യൻ ഈ ദുആ എങ്ങാനും ദുആ ചെയ്താൽ ആ ദുആഇന്റെ ഫലമായി കടം വാങ്ങിച്ചു വെച്ച് തിരിച്ചു കൊടുക്കാൻ കഴിവുണ്ടായിരിക്കെ തിരിച്ചേൽപ്പിക്കാത്ത മതലുൽ ഗനിയ്യ് ദുൽമുൻ, പൈസ കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ വകുപ്പുണ്ടായിരിക്കെ, അത് മകൻ വാങ്ങിച്ചതാണ്, അത് ജ്യേഷ്ഠന്റേതാണ്, അനുജന്റേതാണ്, ഒക്കെ ശരിയാണ്. നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമെങ്കിൽ ഇടപെട്ടേക്കണം. വാപ്പയുടെ കടം മക്കൾ പറയാൻ ഞങ്ങളറിയില്ല, വാപ്പ പറയാൻ മക്കളത് ഞാൻ അറിയില്ല. നിങ്ങളൊക്കൊരു ചോരയല്ലേ? കടബാധ്യതകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹക്കടപാടുകൾ എങ്ങാനും സാധ്യമായിട്ട് കടം വീട്ടാതെ പോയാൽ ആ കടം തന്ന ആൾ മദ്ലൂമിന്റെ അവസ്ഥയിലാണ്, ആക്രമിക്കപ്പെട്ടവന്റെ അവസ്ഥയിലാണ്. ആക്രമിക്കപ്പെട്ടവന്റെ ദുആഇന്റെ ഇടയിൽ അല്ലാഹുവിന്റെയും ആ ദുആഇന്റെയും ഇടയിൽ മറയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്ക് ബോധത്തോടുകൂടെ മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം തീരുമാനിച്ചേക്കുക, കടം ബാധ്യതയുള്ള ആളുകൾ, കടം വീട്ടാൻ പ്രയാസപ്പെടുന്നവർ ഈ ദിക്ർ പഠിച്ചേക്കുകയും ചെയ്യുക. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോ അസമയത്ത് കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചതാണ്, എന്താണ് അബൂ ഉമാമ നിസ്കാരം നടക്കാത്ത ഈ നേരത്ത് ഇപ്പൊ പള്ളിയിൽ വരാൻ കാരണം? ദുയൂനി വഹുമൂമി അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക وبفضلك عمن سواك
അല്ലാഹുവേ ഹലാൽ കൊണ്ട് നീ ഐശ്വര്യം തരണേ, ഹറാമായ പൈസ എനിക്ക് തരല്ലേ റബ്ബേ. അല്ലാഹുവേ തെറ്റിലേക്ക് പോവാതെ നന്മയിലേക്ക് എന്നെ കൊണ്ടുപോകണേ അല്ലാ. റബ്ബേ മറ്റുള്ളവരിൽ നിന്നെല്ലാം മാറ്റി നിർത്തി നീ മാത്രം നീ എനിക്ക് ഐശ്വര്യം തരണേ അല്ലാ എന്ന് റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു തരുമെന്ന് റസൂലുള്ളാഹി. ഇതൊക്കെ മനസ്സറിഞ്ഞ് ചെല്ലേണ്ട സംഗതിയാണ്. ദിക്റുകളൊക്കെ അങ്ങനെയാണ്. ഖൽബ് കൊണ്ട് ഉറപ്പിച്ച് ചൊല്ലിയോളൂ. ചൊല്ലിയാൽ നിങ്ങൾക്ക് അതിന്റെ ഫലം കാണാൻ പറ്റും. അല്ലെങ്കിൽ അതൊരു വെറുതെ ഒരു വെർബൽ എക്സസൈസ് ആയി മാറും. മനസ്സറിഞ്ഞ് ഖൽബറിഞ്ഞ് ചൊല്ലിയാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലണമെന്ന് പറഞ്ഞ് ഏതാനും ദിക്റുകൾ ചൊല്ലിയപ്പോഴാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ വീടിന് തീ പിടിച്ചിട്ടില്ല എന്ന്. ചെയ്യാൻ പറഞ്ഞതും സ്വഹാബികൾ ഇഷ്ടം പോലെ ചെയ്തതും പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്വഹീഹുൽ ബുഖാരിയിൽ അടക്കം കിടക്കുന്നുണ്ട്. എന്നിട്ട് ഒറ്റയടിക്ക് നമ്മൾ ഇതൊക്കെ മന്ത്രവാദങ്ങൾ വഫാത്തായപ്പോ, വയറിന് കുത്തേറ്റുകൊണ്ട് ഷഹീദായപ്പോ ആ രോഗം വീണ്ടും തിരിച്ചു വന്നു. അവിടെ തന്നെ കിടപ്പായി. അവരെ വിളിച്ചു. താബിഈങ്ങൾ പ്രമുഖന്മാർ ജീവിച്ചിരിപ്പുള്ള കാലം, സ്വഹാബികളിൽ പ്രമുഖർ ജീവിച്ചിരിപ്പുള്ള കാലം ചോദിച്ചു, അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ എനിക്ക് മന്ത്രിച്ച് ഊതി തന്ന പോലെ, റുഖ്യ ശർഇയ്യ ചെയ്ത പോലെ ആരെങ്കിലും ചെയ്തു തരാനുണ്ടോ? കുറെ ആൾക്കാർ വന്നു, ഫാത്തിഹ ഓതി കൊടുത്തു. നാം ഒന്നും സംഭവിച്ചില്ല. കിടപ്പായി, എഴുന്നേക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ സ്വഹാബി ഇങ്ങനെ പറഞ്ഞു, ഓ ഉമർ തങ്ങളുടെ ആ ഒരു ഫാത്തിഹ അവിടേക്കൊന്നും എത്തണില്ലല്ലോ. അതെന്തിനാണെന്നറിയോ? നമുക്ക് നിരാശപ്പെടാനല്ല, അന്ന് ഓതിയിട്ട് നടന്നിട്ടില്ല എന്നല്ല ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു VIP ആണ് എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു ഇത് ചെയ്തത്. ബാക്കിയുള്ള സ്വഹാബികളൊക്കെ VIP-കളാണ്. പക്ഷെ VVIP-കളുടെ സ്ഥാനം മനസ്സിലാക്കി തരാനാണ്. അതിന്റെ ശേഷവും നടന്നിട്ടുണ്ടല്ലോ. സയ്യിദന്മാരായ ആളുകൾ, ആലിമീങ്ങൾ മന്ത്രി ചൂതി കൊടുത്തിട്ട് അള്ളാഹു ശിഫ കൊടുക്കണില്ലേ? അള്ളാഹ് ശിഫ കൊടുക്കണില്ലേ? ഇന്ന് നടക്കുന്നുണ്ട്. അന്ന് നടക്കാതിരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ. നിങ്ങൾ ഖൽബിലങ്ങോട്ട് വേണം, ഖൽബിലങ്ങോട്ട് ഈമാനുണ്ട്. നമ്മൾ ഉസ്താദങ്ങൾ മന്ത്രിച്ചു തന്നെ കിട്ടോ, കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ പോയി. ആ കുടി കുടിച്ചാൽ കിട്ടൂല. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോരുത് ആലിമീങ്ങളെ. ഖൽബിലേക്ക് കയറിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾക്ക് അല്ലാഹുവിലുള്ള ഈമാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധം നടക്കുമ്പോൾ അന്ന് രാത്രി ഓരോ ടെന്റുകളുടെയും അടുത്തിലൂടെ ഇങ്ങനെ നടന്നു പോകും. ടെന്റുകളുടെ അരികത്തുകൂടെ. എന്തിനാണെന്നറിയോ? ഏതെങ്കിലും ഒരു സ്വഹാബി ചെറിയ വിളക്ക് കത്തിച്ച് തന്റെ ചെറിയ കൂരക്കുള്ളിൽ, ടെന്റിന്റെ ഉള്ളിൽ പാതിരാ സമയം എല്ലാവരും നാളത്തെ യുദ്ധത്തിന് വേണ്ടി വിശ്രമിക്കാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഉറങ്ങാതെ ക്ഷീണം മാറ്റിവെച്ച് ഏതെങ്കിലും ഒരു സ്വഹാബി അവിടെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, പാതിരാത്രി നടക്കുന്ന നടത്തം അനർത്ഥങ്ങൾ മതിയാക്കും. ആരെയാ നോക്കുന്നത്? നാളെ രാവിലെ യുദ്ധം ചെയ്യാൻ പോകുന്ന സ്വഹാബികൾ. ഭൗതികമായി ചിന്തിച്ചാൽ നേരെ വിപരീതമാണ് ചെയ്യേണ്ടത്. ഒരു കമാൻഡർ എന്തു പറയും? നാളെ യുദ്ധമല്ലേ, ഉറങ്ങാതിരിക്കാണോ? ഉറങ്ങിയാലല്ലേ നാളെ ഉന്മേഷം ഉണ്ടാവും, പോയി കിടന്നുറങ്ങ് എന്ന് പറയേണ്ട സ്ഥാനത്ത് ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കുന്ന സ്വഹാബിയുടെ ടെന്റിന്റെ അരികത്ത് നിന്നുകൊണ്ട് ഉമർ തങ്ങൾ ആകാശത്തേക്ക് കയ്യെത്തിക്കൊണ്ട് പറയും, അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി റബ്ബേ, മിൻ ഹാഹുനാ യഅ്തിൽ ഫത്ഹ്, ഈ യുദ്ധത്തിൽ വിജയം ഈ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഒരൽപ്പം വിശ്രമിക്കാൻ ഉമർ തങ്ങൾ കടന്നു പോകും. ആരെങ്കിലും നിസ്കരിക്കുന്നത് കണ്ടാൽ. അതാണ് ഈമാൻ. ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന അല്ലാഹുവിന്റെ വചനം ഹഖാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ടാൽ മിൻഹാഹുനാ യഅ്തിൽ ഫത്ഹ്, ഇവിടെ നിന്നാണ് വിജയം വരാൻ പോകുന്നത്, ഉറപ്പിച്ചു. അല്ലാഹുവിൽ നിന്നാണ് വിജയം. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ സുഖവും എന്റെ സ്വസ്ഥതയും
എന്റെ എല്ലാം എന്റെ മക്കളും എന്റെ ജോലിയും എന്റെ യാത്രയും ഞാൻ നാട്ടിലിരിക്കുന്നതും ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ രക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണ്. ഈ ഒരു സമർപ്പണം ഖൽബിലേക്ക് വന്നാൽ നമ്മുടെ സുബ്ഹയും നമ്മുടെ ളുഹറും അശറും മഗ്രിബും ഇശാഉം എമ്പാടും ഊർജം തരുന്ന ഫ്യൂൽ സ്റ്റേഷനുകളാണ്, ഊർജം തരുന്ന സ്റ്റേഷനുകളാ. ഒരു നേരം പള്ളിയിൽ പോയി വരുമ്പോഴേക്കും ഓരോ ദിവസവും എനർജൈസ് ചെയ്യുകയാണ്, ഓരോ ദിവസവും എനർജി വർദ്ധിക്കുകയാണ്, ഫ്യൂലിംഗ് നടക്കുകയാണ്. അങ്ങനെ ഒരു ജീവിതം മരണത്തിലേക്ക് അടുക്കുമ്പോൾ ഒരു ടെൻഷനുമില്ല. ലില്ലാഹി മാ അഅതാ വലില്ലാഹി മാ അഖദ്, തന്നതും അല്ലാഹുവിന്, എടുത്തതും അല്ലാഹുവിന്. മക്കള് മരിച്ചാലും ജോലി നഷ്ടപ്പെട്ടാലും കച്ചവടം പൊളിഞ്ഞാലും അസുഖം വന്നാലും എല്ലാം അൽഹംദുലില്ലാഹ്, നീ തന്നത് റബ്ബേ, നീ കൊണ്ടുപോയി, അൽഹംദുലില്ലാഹ്. നിനക്ക് ഇഷ്ടം കൊണ്ടുപോയതല്ലേ, എങ്കിൽ എനിക്കും അത് തന്നെ ഇഷ്ടം. നിനക്കിഷ്ടം അത് തന്നതല്ലേ, എങ്കിൽ എനിക്കും അത് ഇഷ്ടം. അല്ലാഹ്, ഇങ്ങനെ ഒരു സംതൃപ്തമായ ഹൃദയം മുഅ്മിനിന്റെ സ്വത്താണ്. അല്ലാഹു നമുക്കത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.